പോലീസ് അതിക്രമങ്ങൾക്കെതിരെ KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. നിയമസഭയിലേക്ക് നടത്തിയ മാർച്ച് പിന്നീട് സെക്രട്ടേറിയറ്റിലേക്ക് നീങ്ങിയതോടെ തെരുവ് യുദ്ധമായി മാറി. പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിവീശി. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്ത് നീക്കി. പോലീസ് അതിക്രമങ്ങളിൽ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയുക, KSU പ്രവർത്തകരെ മുഖം മൂടിയിട്ട് കോടതിയിൽ ഹാജരാക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കുക എന്നീ ആവശ്യങ്ങളിലായിരുന്നു KSU പ്രതിഷേധം. നിയമസഭയിലേക്ക് നടന്ന മാർച്ചിൽ തുടക്കം മുതൽ തന്നെ സംഘർഷം. 4 തവണ ജലപീരങ്കി അടിച്ചതിന് പിന്നാലെ കെ മുരളീധരൻ ഉദ്ഘാടനത്തിനെത്തി. ഇപ്പോഴ് അയ്യപ്പ സംഗമം, അത് കഴിഞ്ഞാൽ ന്യൂനപക്ഷ സംഗമം, അത് കഴിഞ്ഞാൽ SC/ST സംഗമം, അവസാനം അടുത്ത ജാനുവരിയിൽ പിണറായി വിജയന്റെ ഗുരുവായൂരിൽ ശയനപ്രതിഷ്ഠ കൂടി ഉണ്ടാവും. വീണ്ടും സംഘർഷം. പോലീസിന് നേരെ രൂക്ഷമായ കല്ലേറ്. പതിനേഴ് തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. നിയമസഭയിൽ നിന്ന് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് നീങ്ങി. വഴിനീളെ സർക്കാരിന്റെ ഫ്ലക്സുകളടക്കം നശിപ്പിച്ചു. സെക്രട്ടേറിയറ്റിലേക്ക് ചാടിക്കയറാൻ ശ്രമിച്ചതോടെ സംഘർഷം കൈവിട്ടു. പോലീസ് ലാത്തി വീശി. ബലപ്രയോഗത്തിലൂടെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതോടെയാണ് രംഗം ശാന്തമായത്. മീഡിയ 1 തിരുവനന്തപുരം.